ഹലോ കുട്ടികളെ, ഇന്ന് ചെറിയൊരു മേക്ക് ഓവർ വീഡിയോ ആട്ടോ. അപ്പോൾ മോളെ തന്നെ മേക്ക് ഓവർ ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഓണ സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ ചെറിയൊരു ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഞാൻ ഒരുപാട് ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളും ചെയ്യുന്ന ആളല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവളുടെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി സ്ലൈഡ് വെച്ച് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുടി അഴിച്ചിട്ടാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ആ മുടി എടുത്ത് അങ്ങനെ പിന്നെ കുറച്ച് മുല്ലപ്പൂവ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുല്ലപ്പൂവിനൊക്കെ ഇപ്പോൾ ഒരു മുഴത്തിന് 50 രൂപയായി. ഓണക്കാലമായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നല്ല റേറ്റാണ്. അങ്ങനെ വെച്ച് മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പൊതുവേ മോൾക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ ഒരുങ്ങൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓണ സെലിബ്രേഷൻ അല്ലേ മോളെ, ഇന്ന് ഒത്തിരി ഒരുങ്ങിയിട്ട് അങ്ങോട്ട് പോകുക, അതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പെൻസിൽ എടുത്തിട്ട് ആ പുരികൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട്, അപ്പോൾ ഇത്തിരി ഓവറായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെ ചണ്ട കൂടുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ആൾ ഇതേയില്ല മിററിൽ പോയി ഇങ്ങനെ നോക്കും, ഉമ്മി ചെയ്തത് ശരിയായോ ഉമ്മി ചെയ്തത് ശരിയായോ എന്ന്. മോൾക്കാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ വരയ്ക്കുന്നതും പിടിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ലൈറ്റായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫേസ് സ്കാനറുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ മോളുടെ ഫേസിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ആദ്യം ഞാൻ ഫേസ് സ്കാനറുടെ സ്റ്റോക്ക് ക്രീം ആട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ അതേ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. പിന്നെ സ്റ്റോക്ക് ക്രീമും ഫൗണ്ടേഷനും കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഓവറായി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓടി ഓടി ഈ മിററിൽ പോയി നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അവസാനമാണ് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇടുന്നതേ ഉള്ളൂ. എല്ലാം ഇട്ട് തൊട്ട് തൂത്ത് പുട്ടിയടിച്ച് ഒന്ന് കഴിയുമ്പോൾ ഫേസൊക്കെ നന്നായിട്ട് ഗ്ലോ ആയി വരും എന്നൊക്കെ പറഞ്ഞ് മോളിങ്ങനെ സമാധിച്ചു നിർത്താണ്. പക്ഷേ മോൾക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ തൊട്ട് തൂത്ത് കൊടുത്തതൊക്കെ അവളാണെങ്കിൽ ഒരു തോർത്തെടുത്ത് തുടച്ചൊക്കെ കളഞ്ഞ് ആകെപ്പാടെ കലപിലയായിരുന്നു കേട്ടോ. അത് പോണവരെ എന്തായാലും ചെയ്തല്ലോ, നല്ല ഭംഗിക്ക് പോട്ടെ എന്നൊക്കെ കരുതിയാണ്. വെറുതെ കിടന്ന് കരയുന്നത് കേട്ടോ, വെറുതെ കിടന്ന്. അത് കഴിഞ്ഞ് ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ലിപ് ബാം ഇട്ടും കൊടുത്തു. അത് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ലൈറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വിടണമെന്ന് വിചാരിച്ചത് ഇങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സിൽ എല്ലാവരും ഇതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്തില്ല വരുന്നത്. അപ്പോൾ ഒരു ഭംഗിയൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ നെക്ലസിൻ്റെ സെറ്റാട്ടോ. അപ്പോൾ ഇത് ഞാൻ 2-3 വർഷം മുമ്പ് മേടിച്ചതാണ്. ഓൺലൈനിൽ നിന്നൊന്നും മേടിച്ചതല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നന്നായിട്ട് മാച്ചാവുന്നത് അതാണ്. അപ്പോൾ പിന്നെ ഞാൻ പുതുതായിട്ട് വേറെ ഒന്നും മേടിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ ആ നെക്ലസ് ഇട്ട് കൊടുത്തു, കമ്മലും ഇട്ട് കൊടുത്തു, അടിപൊളിയായിട്ട്. അപ്പോൾ നിങ്ങൾ പറ, ഞാൻ ഇന്ന് ഒരുക്കിയത് നന്നായിട്ടുണ്ടോ? ഇനി ഈ ഡ്രസ്സും കൂടി എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഇത് പെരുമ്പാവൂർ ഓപ്ഷനിൽ നിന്ന് എടുത്തതാണ്. എടുത്തപ്പോൾ വലിയ സൈസാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു കൊല്ലം കൂടി ഉപയോഗിക്കേണ്ട, അടുത്ത കൊല്ലം കൂടി ഉപയോഗിച്ചേക്കാം എന്ന് കരുതി മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾ പറ ഇന്നത്തെ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ, സീ യു.